യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സഞ്ചരിക്കാൻ തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനം. തൃശൂർ ഡെപ്യൂട്ടി മേയർ പ്രസാദിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ യാത്ര ചെയ്തത്. മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയതോടെ വാഹനത്തിന്റെ ബോർഡ് അവർ മറച്ചുവെച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ രാമനിലയത്തിൽ വെച്ചാണ് ഈ ഒരു കാഴ്ച ഉണ്ടായത്. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയതോടുകൂടി വിഷ്ണു ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസിന്റെ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് വിഷ്ണു. ഡെപ്യൂട്ടി മേയർ പ്രസാദ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. ഡെപ്യൂട്ടി മേയർ മന്ത്രി ഒ ജെ ജനീഷിന്റെ വാഹനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാഹനത്തിൽ ഡെപ്യൂട്ടി മേയർ ഇല്ലാത്ത സമയത്ത് പലതവണയായി ഇത്തരത്തിൽ വിഷ്ണുവും സംഘവും സഞ്ചരിക്കുന്നു എന്നാണ് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറാമാൻമാർ ആ ദൃശ്യങ്ങൾ പകർത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഞങ്ങളും ചോറ് തന്നെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ മുൻവശത്തെ ഡെപ്യൂട്ടി മേയർ എന്ന ബോർഡ് മറച്ചത്. പക്ഷേ തൃശൂർ കോർപ്പറേഷന്റെ വാഹനമാണ്. തൃശൂർ കോർപ്പറേഷന്റെ ഒരു ചുമതലയും വഹിക്കാത്ത ആളാണ് വിഷ്ണു ചന്ദ്രൻ. എന്തായാലും വിഷ്ണുവിന്റെ ഈ നടപടിയിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ തന്നെ LDF കൗൺസിലേഴ്സ് ഉന്നയിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ പരാതി നൽകാനാണ് LDF കൗൺസിലേഴ്സിന്റെ ഒരു തീരുമാനമുള്ളത്. നഗരത്തിലെ പല മേഖലകളിലും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡെപ്യൂട്ടി മേയറുടെ വാഹനത്തിലും സർക്കാരിന്റെ ഔദ്യോഗിക വാഹനങ്ങളിലും ഒക്കെ കയറി നടക്കുന്നുള്ള ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. എന്തായാലും ദൃശ്യങ്ങളാണ്. എന്തായാലും ഡെപ്യൂട്ടി മേയറുടെ വാഹനത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ്, ഡെപ്യൂട്ടി മേയർ ഉള്ള സമയത്താണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്തു എന്ന് പറയാം, പക്ഷേ മുൻവശത്തെ സീറ്റിൽ ഡെപ്യൂട്ടി മേയർ ഇരിക്കുന്ന അതേ സീറ്റിലാണ് ഇത്തരത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. ചില ഫയലുകളൊക്കെ വിഷ്ണു അതിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട്. എന്ത് ഫയലാണെന്നൊന്നും ആർക്കും അറിയില്ല. എന്തായാലും അതൊരു വിവാദമായി മാറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.